ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഫോട്ടോയുടെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യട്ടെ. CPM നേതാക്കളെ രക്ഷിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു പ്രാഥമിക കുറ്റപത്രം പോലും നൽകിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെളിവ് ഇല്ലാതെ അവസാനിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. സാമ്പത്തികമായി കേരളം തകർന്ന് തരിപ്പണമായി. ഈ പോക്കു പോയാൽ കേരളം 5 വർഷം കൊണ്ട് വൃദ്ധസദനമാകും. ഭാവി കേരളത്തെക്കുറിച്ച് യാത്രയിൽ കൂടുതൽ ചർച്ചയാകും. UDFന് ബദൽ പദ്ധതികളുണ്ട്. ഭാവി കേരളത്തിനായുള്ള സ്വപ്ന പദ്ധതികൾ യാത്രയിൽ പ്രഖ്യാപിക്കുമെന്നും VD സതീശൻ പ്രതികരിച്ചു. സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നിരിക്കുകയാണ്. നികുതി പിരിവ് വളരെ മോശമാണ്. ചെലവ് അതിന് ആനുപാതികമായിട്ടല്ല. അപ്പോൾ ബാലൻസ് മുഴുവൻ തെറ്റിയിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ്. കോടികളാണ് കടമെടുക്കുന്നത്. കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെട്ട കടം കൂടാതെയുള്ള ധാരാളം കടവും എടുക്കുകയാണ്. ഗവൺമെന്റ് അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന്റെ തലയ്ക്ക് മീതെ വരും. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ കേരളം 5 കൊല്ലത്തിലേക്ക് ഒരു വൃദ്ധസദനമായി മാറും. കാർഷിക മേഖല തകർച്ചയിലാണ്. തീരപ്രദേശം സങ്കടത്തിലാണ്. വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ലംസൺ കാർഡ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി കാര്യങ്ങളുള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്.